ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം യോശുവയുടെ പുസ്തകം 7 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം യോശുവ 9-ാം അധ്യായം 15-ാം വാക്യം. യോശുവ അവരോട് സഖ്യതയും അവരെ ജീവനോടെ രക്ഷിക്കുമെന്ന് ഉടമ്പടിയും ചെയ്തു. സഭയിലെ പ്രഭുക്കന്മാരും അവരോട് സത്യം ചെയ്തു. ദൈവിക കാരുണ്യത്താൽ വിജയം നേടിയ ഇസ്രായേൽ തുടർന്ന് പല പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. യോർദാന്റെ മറുകരയിലുള്ള രാജാക്കന്മാർ യോശുവയോടും ഇസ്രായേലിനോടും യുദ്ധം ചെയ്യുന്നതിന് ഒരുമിച്ച് കൂടുന്നു. അത് യോശുവയുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ പറയുന്നത്, വസ്തുതയൊക്കെയും കേട്ടപ്പോൾ യോശുവയോടും ഇസ്രായേലിനോടും യുദ്ധം ചെയ്യുവാൻ ഏക മനസ്സോടെ ഈ രാജാക്കന്മാരെല്ലാവരും യോജിച്ചു എന്ന് കാണുന്നു. ഈ സംഭവത്തിൽ നിന്നും 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ഗിബയോന്യരുടെ കൗശലം. ഇസ്രായേൽ തങ്ങളുടെ ശത്രുക്കളിന്മേൽ നേടിയ വിജയവും യഹോവയുടെ ശക്തിയും കീർത്തിയും മിസ്രയീമിലെ പ്രവൃത്തിയും എല്ലാം മനസ്സിലാക്കിയ ഗിബയോൻ നിവാസികൾ ഇവിടെ ഭയപ്പെടുന്നു. അവർ അവരുടെ ജീവൻ രക്ഷിക്കുവാൻ വലിയ ഉപായം പ്രയോഗിക്കുന്നു. അതിൽ അവർ വിജയിക്കുകയും ചെയ്യുന്നു. ഇസ്രായേല്യരുടെ ഇടയിൽ ദാസന്മാരായി പാർത്ത് തങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് അവർ ശ്രമിക്കുന്നു. കാപട്യം, കൗശലം, വഞ്ചന തുടങ്ങിയവ അതില്ലാത്തവർക്ക് പെട്ടെന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു എന്ന് വരില്ല. ഇത് ഇന്നത്തെ സമൂഹത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു വസ്തുതയാണ്. ഇവിടെ തങ്ങളുടെ വസ്ത്രവും ഭക്ഷണ ശേഖരങ്ങളുമെല്ലാം ഏറെ പഴകിയതാണ് എന്ന് വരുത്തി തീർക്കുവാൻ ഗിബയോന്യ ജനങ്ങൾക്ക് സാധിക്കുന്നു. വിദൂരതയിൽ നിന്നും വന്നവർ എന്ന വ്യാജേന യോശുവയെയും ഇസ്രായേലിനെയും അവർ ചതിക്കുന്നു. ബാഹ്യമായ കാര്യങ്ങൾ കണ്ട് മനുഷ്യരെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതിലുള്ള അപകടമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. കാഴ്ചകൾ യാഥാർത്ഥ്യമെന്ന തോന്നൽ ഒരുപക്ഷെ നമ്മിൽ ഉളവായേക്കാം. എന്നാൽ കാഴ്ചയ്ക്കപ്പുറമുള്ള ഉൾക്കാഴ്ചയാണ് ദൈവകൃപ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട്, ഇസ്രായേലിൻ്റെ പ്രവൃത്തി. ദൈവത്തോടുള്ള ഉടമ്പടി ബന്ധത്തിൽ നിലനിൽക്കുകയും ദൈവിക സംരക്ഷണയിൽ പുലരുകയും ചെയ്യുന്ന ഒരു ജനത ഇവിടെ ദൈവിക ആലോചനയില്ലാത്ത പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് ഗിബയോൻ നിവാസികളാൽ അവർ വഞ്ചിക്കപ്പെടുന്നതിന് കാരണമായി തീരുന്നു. ദൈവത്തിൻ്റെ താല്പര്യം ചോദിക്കാതെ ഇവിടെ യോശുവ തീരുമാനം പ്രഖ്യാപിച്ചു. ഗിബയോന്യരോട് സഖ്യത ഉണ്ടാക്കുന്നു. അവരെ ജീവനോടെ രക്ഷിക്കുമെന്ന ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. പ്രഭുക്കന്മാരും ഇവിടെ സത്യം ചെയ്തു. ചതി തിരിച്ചറിഞ്ഞപ്പോഴും ദൈവനാമത്തിൽ അവർ എടുത്ത തീരുമാനമായതിനാൽ അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ പരമാധികാരം അംഗീകരിക്കുന്നവർ ദൈവിക ജ്ഞാനം അന്വേഷിക്കേണ്ടത് ഏറെ ആവശ്യകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഏതു കാര്യത്തിലും വിവേചന ബുദ്ധിയോടെ പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. അല്ലെങ്കിൽ തെറ്റിൻ്റെ പരിണിത ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ മലിനപ്പെടുത്തുന്ന എല്ലാ അനുഭവങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കണം. അങ്ങനെ തിന്മയോട് നോ പറയുവാനായിട്ട് ദൈവകൃപയിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അപ്രകാരം ജീവിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, കാപട്യവും വഞ്ചനയും തിരിച്ചറിയുന്നതിനുള്ള വിവേകവും ദൈവിക ആലോചനയെ സ്വീകരിച്ച് ജീവിക്കുവാനുള്ള വിനയ മനസാക്ഷിയും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.